വാർത്തകൾ വിശദമായി നോക്കാം. കലാപ തീയടങ്ങാതെ മണിപ്പൂർ. ഇംഫാലിൽ ജനക്കൂട്ടവും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പ്രദേശവാസികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. BJP സംസ്ഥാന അധ്യക്ഷയുടെ വീട് തീവെക്കാനും കലാപകാരികൾ ശ്രമം നടത്തി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. ഇന്നു പുലർച്ചെ ഇംഫാലിൽ ജനക്കൂട്ടത്തിനു നേരെ സുരക്ഷാസേന വെടിയുതിർത്തു. 2 പ്രദേശവാസികൾക്ക് വെടിയേറ്റു. ആക്രമിക്കാനെത്തിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി റബ്ബർ ബുള്ളറ്റിൻ കൊണ്ട് വെടിയുതിർത്തതെന്നാണ് സൈന്യത്തിന്റെ ഭാഷ്യം. BJP നേതാക്കളുടെ വീടുകൾക്ക് നേരെയും അക്രമം നടക്കുകയാണ്. ഇന്നലെ രാത്രി BJP സംസ്ഥാന അധ്യക്ഷ ശാരദാദേവിയുടെ ഇംഫാലിലെ വസതി തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. മണിപ്പൂരിൽ സൈനിക വേഷത്തിൽ കലാപകാരികൾ അക്രമം അഴിച്ചുവിടുമെന്ന് ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകി. ആൾക്കൂട്ടാക്രമണത്തിലൂടെ മണിപ്പൂരിൽ കലാപമാളി കത്തിക്കാനാണ് കലാപകാരികളുടെ നീക്കമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും കലാപം ശക്തമാക്കാനാണ് നീക്കമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതോടെ സംഘർഷം നടന്ന ചുരാചന്ദ്പൂർ, ബിഷ്ണുപൂർ, ക്വാക്ത, കാങ്വായ് എന്നീ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മണിപ്പൂരിൽ അക്രമികൾ വ്യാപകമായി ആയുധം കൊള്ളയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇംഫാൽ ഈസ്റ്റിലെ ഇറിംഗ്ഹാം പോലീസ് സ്റ്റേഷൻ കൊള്ളയടിക്കാനും കലാപകാരികൾ ശ്രമിച്ചിരുന്നു. ഇതിനോടകം മണിപ്പൂരിൽ നിന്ന് 5 ലക്ഷത്തിലധികം ആയുധങ്ങളാണ് കൊള്ളയടിച്ചത്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മണിപ്പൂരിൽ അടിയന്തര ശ്രദ്ധ നൽകണമെന്ന് മുൻ ആർമി ചീഫ് ജനറൽ വേദ് പ്രകാശ് മാലിക് ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ടാഗ് ചെയ്താണ് വേദ് മാലിക് ട്വീറ്റ് ചെയ്തത്. വിരമിച്ച മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ എൽ നിഷികാന്ത് സിംഗും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ മണിപ്പൂരിനെ ശാന്തമാക്കാൻ യാതൊരു നീക്കവും നടത്തുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.